റോസ് ബ്രാൻഡും മാതൃഭൂമി ന്യൂസും ചേർന്നൊരുക്കുന്ന വനിതകൾക്കായുള്ള പാചക മത്സരം കേരള ബിരിയാണി ക്വീൻ ഇന്ന് തൊടുപുഴയിലാണ്. മത്സരത്തിന്റെ വിശേഷങ്ങളുമായി ജെയിനസ് രാജു നമുക്ക് സമയമാണ്. ബിരിയാണിയെ കുറിച്ചുള്ള വാർത്ത അറിയാൻ പറ്റിയ സമയമാണ്. ജെയിനസ് രാജു വിവരങ്ങൾ നൽകും. ജെയിൻ, അവിടെ മത്സരം കഴിയാറായോ? ഇപ്പോൾ ഈ 1 മണിയാകുമ്പോഴേക്കും മത്സരം ഏതാണ്ട് കഴിയുന്ന ഒരു ഘട്ടം എത്തിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായിട്ടും മത്സരം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ജഡ്ജസ് അവരുടെ മാർക്കുകൾ കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അത് വിളമ്പി ബാക്കിയുള്ളവരും കൂടി കഴിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷമായിരിക്കും വിജയികളെ പ്രഖ്യാപിക്കുക. വിജയികൾക്ക് റോസ് ബ്രാൻഡും മാതൃഭൂമിയും നൽകുന്ന സമ്മാനമുണ്ട്. ഇവരൊക്കെ മത്സരത്തിൽ പങ്കെടുത്ത ആളുകളാണ്. എന്ത് തരത്തിലുള്ള ബിരിയാണി ഉണ്ടാക്കി? ദം ബിരിയാണി അല്ലെ, ഹൈദരാബാദി അങ്ങനെയല്ലേ? ദം ബിരിയാണി, ഇടുക്കിക്കാരുടെ ഒരു ബിരിയാണി. ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? മത്സരം നല്ലതായിരുന്നു. ഞങ്ങൾക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ മത്സരിക്കുന്നത്. അതുകൊണ്ട് മാതൃഭൂമിക്കും റൈസ് ബ്രാൻഡ് ഓയിൽ ഇതിനും നന്ദിയുണ്ട്. ഈ മത്സരത്തിൽ വീട്ടമ്മമാർ മാത്രമല്ല, കോളേജ് വിദ്യാർത്ഥികൾ അടക്കം പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ആൽഫി കോളേജ് വിദ്യാർത്ഥിയാണ്. ഹൈദരാബാദി ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കോഴിക്കോടൻ ബിരിയാണി നല്ല മത്സരമായിരുന്നു. നല്ല രീതി, നല്ലൊരു എക്സ്പീരിയൻസ്. കുറഞ്ഞ ടൈമിനുള്ളിൽ ഇങ്ങനെ ചെയ്തെടുക്കുക ഒരു ആദ്യമായിട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വീട്ടിൽ സ്ഥിരം പാചകം ചെയ്യുന്ന ഒരാളാണോ? സ്ഥിരം ഉണ്ടാക്കാറുണ്ട്. വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. അപ്പം അതിൻ്റെ ഉണ്ടാക്കാറുണ്ട്. ബിരിയാണിയാണ് ഏത് ഭക്ഷണമായിട്ടും. ബേക്കിങ്ങിലോട്ട് അങ്ങനെ കടന്നിട്ടില്ല. അല്ലാത്തല്ല. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പ്രോഗ്രാം ആയിരുന്നു. സമ്മാനം അടിക്കുമോ? അറിയത്തില്ല. എന്തായാലും മത്സരം ഏതാണ്ട് അവസാന ഘട്ടം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ജഡ്ജസ് അവരെ മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിജയെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. അതിനുശേഷം ഈ ദമ്മൊക്കെ പൊട്ടിച്ച് ഞങ്ങളെല്ലാവരും കഴിക്കും.